മൂവാറ്റുപുഴ ആൾക്കോട്ട കൊലപാതക കേസിൽ പ്രതികളുമായി പോലീസിന്റെ തെളിവെടുപ്പ്. മർദ്ദനം നടന്ന സ്ഥലത്തെത്തിച്ചാണ് തെളിവെടുത്തത്. മരിച്ച അശോക് ദാസിന്റെ പെൺസുഹൃത്തിന്റെ വീടിന് പരിസരത്തും തെളിവെടുപ്പ് നടന്നു. എന്റെ മോന്റെ കല്യാണം നടക്കാൻ പോവാ. അപ്പൊ അതുകൊണ്ട് ഞാൻ തെറ്റിൽ ചെന്നതല്ല. ബോധിപ്പിക്കുന്നു. ശരീരത്തിനേറ്റ വിവിധ ക്ഷതങ്ങളാണ് മരണകാരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. 10 പേര് അറസ്റ്റ് രേഖപ്പെടുത്തി. അശോക് ദാസ് എന്ന പേരുള്ള ഒരു ആൾ അരുണാചൽ പ്രദേശിലെ നിവാസി നാട്ടുകാരാണ്. പിന്നെ ആശുപത്രിയിലെ ലേറ്റ് നൈറ്റ് ഈ ഏകദേശം 12-20 മണിക്ക് ഈ ആൾ മരണപ്പെട്ടു. ഒരു പ്രാഥമിക റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഡിവൈഎസ്പിന്റെ മൂവാറ്റുപുഴയുടെ നേതൃത്വത്തിൽ ഈ എല്ലാ അന്വേഷണം നടക്കുന്നുണ്ട്. കുറച്ച് തലയിലെ പിന്നെ കുറച്ച് ചെസ്റ്റിലെ കുറച്ച് ഇഞ്ചുറീസ് സാധ്യത ഉണ്ടോ. അലി അക്ബർ ഷായാണ് വിവരങ്ങളുമായി ചേരുന്നത്. അലി, ഈ തെളിവെടുപ്പ് എപ്പോഴാണ് പൂർത്തിയായത്? എന്തെങ്കിലും ആയുധങ്ങൾ ഈ വ്യക്തിയെ മർദ്ദിച്ചു കൊല്ലുന്നതിന് വേണ്ടി ഈ പ്രതികൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങൾ ഉണ്ടായിരുന്നോ? അതുൾപ്പെടെയുള്ള എന്തെങ്കിലും തെളിവുകൾ അവിടെ നിന്ന് ശേഖരിക്കാൻ സാധിച്ചോ? അതോ കൃത്യമായി എങ്ങനെയാണ് കൃത്യം നടന്നത് എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ പ്രതികൾ ഈ പോലീസിനോട് അറിയിച്ചിരുന്നു? അതിനിടയ്ക്ക് ഒരു പ്രതി, മുൻ പഞ്ചായത്ത് അംഗമായിട്ടുള്ള ഒരു പ്രതി ഈ കുറ്റം താൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നതും വ്യക്തമാകുന്നുണ്ട്. ബിനിൽ 2:30 കൂടിയാണ് പോലീസ് സംഘം ഈ 10 പ്രതികളിൽ 5 പേരെ ഈ സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. പ്രധാനമായും ഈ അശോക് ദാസിന്റെ പെൺസുഹൃത്തിന്റെ വീട്, ഈ വീടിന്റെ പരിസരങ്ങൾ, അതുപോലെ തന്നെ അശോക് ദാസിനെ ഒരു ഇരുമ്പ് തൂണിൽ കെട്ടിയിട്ട് മർദ്ദിച്ചിരുന്നു. ഈ തൂണുള്ള സ്ഥലം, ഈ 2 ഇടങ്ങളിലാണ് പ്രധാനമായും പോലീസ് സംഘം ഈ പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. ഈ 10 പേരിൽ അശോക് ദാസിനെ ഏറ്റവും അധികം മർദ്ദിച്ച, ഈ അശോക് ദാസിന്റെ മരണത്തിന് കാരണമാകും വിധത്തിലുള്ള അക്രമം നടത്തിയ 5 പേരെയാണ് ഈ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. ഇതിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ശ്രമിച്ചിരുന്നു പ്രതികളിൽ ഒരാളായ ഈ മുൻ പഞ്ചായത്ത് അംഗം. ഈ മുൻ പഞ്ചായത്ത് അംഗമാണ് ഈ അശോക് ദാസ് ഈ വീട്ടിൽ നിന്നും ഇറങ്ങി വരുമ്പോഴും ഒക്കെ വീഡിയോ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയിരുന്നത്. ഈ ദൃശ്യങ്ങളിൽ പലതും പിന്നീട് ഡിലീറ്റ് ചെയ്തിരുന്നു. ഇത് റിക്കവർ ചെയ്യാനുള്ള ശ്രമം കൂടിയാണ് പോലീസ് ഇപ്പോൾ നടത്തുന്നത്. പ്രതികൾ ഈ വീട് മുതൽ അതുപോലെ ഈ ഇരുമ്പ് തൂണുള്ള സ്ഥലം വരെ, ഇത്രയും സ്ഥലത്ത് കൂടി എങ്ങനെയെല്ലാം അശോക് ദാസിനെ ആക്രമിച്ചു എന്ന് പോലീസിന് കൃത്യമായി കാണിച്ചു കൊടുത്തു. കെട്ടിയിട്ട സ്ഥലത്തു നിന്നും മർദ്ദനമേറ്റ ശേഷം അശോക് ദാസ് അവശനായി തളർന്ന് വീണതുവരെ എന്തെല്ലാം സംഭവിച്ചു എന്ന കാര്യങ്ങൾ കൃത്യമായി പ്രതികൾ പോലീസിന് വിശദീകരിച്ചു കൊടുത്തു. അതേസമയം 10 പ്രതികളാണ് ഈ സംഭവത്തിൽ അറസ്റ്റിലായിട്ടുള്ളത്. 10 പ്രതികളും കുറ്റം സമ്മതിച്ചു എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പോലീസ് അറിയിച്ചിരുന്നത്. പക്ഷേ ഈ തെളിവെടുപ്പിന് കൊണ്ടുവന്ന ഘട്ടത്തിൽ പ്രതികളെല്ലാവരും തന്നെ കുറ്റം നിഷേധിക്കുകയാണ് ചെയ്തത്. തങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടില്ല, തങ്ങളെ ഈ കേസിൽ പെടുത്തിയതാണ് എന്നതടക്കമുള്ള പ്രതികരണമായിരുന്നു പ്രധാനമായും ഈ പ്രതികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അശോക് ദാസിന്റെ പെൺസുഹൃത്തിന്റെ വീട്ടിലേക്ക് രാത്രി അശോക് ദാസ് എത്തുകയും അവിടെ നിന്നും സുഹൃത്തുക്കൾ തമ്മിലൊരു തർക്കമുണ്ടാവുകയും വീടിനകത്തെ ചില്ലലമാര അശോക് ദാസ് ഇടിച്ച് തകർക്കുകയും കൈ മുറിയുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ആദ്യത്തെ പരിക്ക് പറ്റുന്നത്. അതിനുശേഷമാണ് ബഹളം കേട്ട ആളുകൾ തടിച്ചുകൂടി അശോക് ദാസിനെ ശാരീരികമായി ആക്രമിക്കുന്നത്, കൂട്ടം ചേർന്ന് ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ വീട് മുതൽ ഇപ്പോൾ ഈ അശോക് ദാസിനെ കെട്ടിയിട്ട സ്ഥലം വരെ ക്രൂരമായ മർദ്ദനത്തിനാണ് അശോക് ദാസ് ഇരയായത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നടക്കം വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. ഈ അക്രമത്തിന് ദൃക്സാക്ഷികളായിട്ടുള്ളത് ഈ 2 പെൺകുട്ടികൾ തന്നെയാണ്. ഈ പെൺകുട്ടികളുടെ രഹസ്യമൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയിരുന്നു. ഈ പ്രദേശവാസികളായ 10 പേരാണ് അറസ്റ്റിലായത്. ഇതിലൊരാൾ മുൻ പഞ്ചായത്ത് അംഗവും ഒരച്ഛനും 2 മക്കളും ഉൾപ്പെടെ ഒരു കുടുംബത്തിലെ 3 പേരും ഉൾപ്പെടെയാണ് ഈ 10 പേർ. എന്തായാലും അല്പസമയം മുമ്പ് തെളിവെടുപ്പ് പൂർത്തിയാക്കി ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഈ പ്രതികളെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സൂക്ഷിച്ചിരിക്കുകയാണ് അശോക് ദാസിന്റെ മൃതദേഹം. ബന്ധുക്കൾ എത്തിയ ശേഷം അശോക് ദാസിന്റെ മൃതദേഹവും വിട്ടു നൽകും. എന്തായാലും അതിമാരകമായ അക്രമം, ശാരീരിക അതിക്രമം അശോക് ദാസ് ഏറ്റിട്ടുണ്ട് എന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും ഈ അക്രമം നടന്ന സ്ഥലത്തെ ചോരപ്പാടുകളിൽ നിന്നും വ്യക്തമാണ്. ബിനിൽ, ഓക്കെ, ഉണ്ടായത് ആൾക്കൂട്ട ആക്രമണം തന്നെയാണ് എന്ന് തന്നെയാണ് പോലീസും അറിയിക്കുന്നത്. എന്തായാലും പ്രതികളെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം അല്പസമയത്തിനോടകം തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അലി അക്ബർ ഷാ കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.